ഞാനന്ന് കോളേജിലേക്ക് വന്നപ്പോ പറഞ്ഞത് തമാശയല്ല. ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാലം, ജീവിതത്തിന്റെ വസന്തകാലം, പഠിക്കുന്ന കാലം അല്ലേ? അതെ. ഹലോ ഗൈസ്, അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ കുറേ നാളായി വെയിറ്റ് ചെയ്ത ലാപ്ടോപ്പ് ഇന്ന് കിട്ടാൻ പോവാണ്. അപ്പോൾ എന്താ പറയുക, അത് വാങ്ങുന്നതും പിന്നെ അതിൻ്റെ അൺബോക്സിങ്ങും പിന്നെ കുറച്ച് റിയാക്ഷൻസും അങ്ങനത്തെ കുറച്ച് ക്ലിപ്സൊക്കെ ആയിട്ട് ഒരു തട്ടിക്കൂട്ട് വ്ളോഗ്. ഇന്ന് ലാപ്ടോപ്പ് ഇട്ടല്ലേ, അപ്പോൾ അതിന് സന്തോഷമായി. ലാപ്ടോപ്പിൻ്റെ പൊലിവിലുണ്ടോ കണ്ടോ, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടണേ കണ്ടോ കണ്ടോ സിബിലുണ്ടോ, ഇത് അവിടെ അടുത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം ഇറങ്ങും ഡേ എടാ, നിന്ന് ലാപ്ടോപ്പിന് എനിക്ക് എന്താ പറയല്ലേ, എന്താ പറയല്ലേ എനിക്ക് പറ. ഇത്ര സ്റ്റെക്ക് അടിച്ച മതി പറയണേ. നീ சொல்ற மச்சான், நீங்க லேப்டாப் கிடைக்கிறதுக்கு உன்னோட ஒரு இது பாயிண்ட் ஆஃப் வியூ சொல்லு. ஐடி கார்டு இல்ல, லேப்டாப் கொடுக்க மாட்டேன்னு சொல்றாங்க. லேப்டாப் கொடுக்க மாட்டேன்னு சொல்றாங்க. உனக்கா? எனக்கும் சிபிலுக்கு இல்லையா? സിബിൽ കടിക്കൂടാ, അളകടാ. എടാ ആധാർ കാർഡ് എടുത്തോ, എല്ലാം കിട്ടും. ലാപ്ടോപ്പിനെ കുറിച്ച് നിന്റെ അഭിപ്രായം പറയപ്പെടും. നല്ല ലാപ്പാണ്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രം HP ചെയ്തിട്ടുണ്ട്. ശരി, എൻ്റെ ലാപ്പ് എനിക്ക് തരുന്നാ? എന്ത് നിന്റെ ലാപ്ടോപ്പ് എനിക്ക് തരുമോ? എൻ്റെ ലാപ്ടോപ്പോ? എന്താ ഒരു 20,000 തരാം. എനിക്ക് തോന്നുന്നു ലാപ്പ് കിട്ടൂല എന്നാണ്. എടാ അതല്ലാണ് ചോദിച്ചത്, ലാപ്പിനെ കുറിച്ച് എനിക്ക് എന്താ പറയാ, കിട്ടുന്നത് ഫ്രീ ആയിട്ടുണ്ടല്ലോ ഗവൺമെന്റ്. അതായത് ഗവൺമെന്റ് നമുക്ക് ഫ്രീ ആയി ലാപ്ടോപ്പ് തരുന്നല്ലോ, അതിനെ കുറിച്ച്. ഫ്രീ ആയി ലാപ്പ് കിട്ടുന്നുണ്ട്. ആദ്യം കൊണ്ടുപോയിട്ട് ലാപ്ടോപ്പിൽ സ്റ്റിക്കർ അടിക്കണം, വേറെ ഫോട്ടോ നോക്കണം, വേറെ ഒന്നുമില്ല. എനിക്ക് എന്താ പറയല്, വേണ്ടെന്നോ? എനിക്ക് തരുമോ? ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും മിച്ചാപ്പി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് ബിസ്മിൻ ചൊല്ലി ലാപ്പ് കൊടുക്കാം അല്ലേ. ലാപ്പിൽ 16 ഫോട്ടോ ഉണ്ട് എന്നാ പറയുന്നത്. 16 ഫോട്ടോ സ്റ്റാളിനെ വെച്ചിടുന്നാ പറയണേ. കുഴപ്പമില്ല, എന്തായാലും വെറുതെ ഒന്നും പറ്റില്ല. ഭയങ്കര വെരി റോങ് ബ്രോ. അഭിപ്രായങ്ങൾ നമുക്ക് കേട്ടറിയാം. സിബിൻ എന്താ പറയുള്ളത് ലാപ്പിനെ കുറിച്ച്? മൈക്ക് മൈക്ക് എടുത്ത് തരാമോ? മൈക്ക് എടുക്കാൻ മറിക്കണ റിൻഷാദ് ഗൈസ്. അപ്പൊ ഇവനക്ക് വേണ്ട, അപ്പൊ ഇവനക്ക് വേണ, അരീസ്ക്ക് വേണ. ഇവിടെ നോക്കും, ഒരാൾ ചോദിക്കാണ്ട് കടന്നു. ലാപ്ടോപ്പ് വേണ്ടാമാ? വേണ്ടാമാ? അപ്പൊ ഓന് ലാപ്ടോപ്പ് നമ്മക്കാ. ഗവൺമെന്റ് ഫ്രീ ലാപ്ടോപ്പ് കൊടുത്തു എക്സ്ക്ലൂസീവ് വാർത്തകളുമായി கொடுக்குறாரு. ரொம்ப நல்ல லேப்டாப்பு அப்படின்னு இருக்குன்னு நினைக்கிறேன். அதில் வந்து வைசிட்டி, ஹீரோ ட்ரக்கு, പിന്നെ நல்ல படங்கள், பிரேமம், அப்புறம் பிரேமம், പിന്നെ நம்ம விஜயிന്റെ പടം അത് പിന്നെ നമ്മൾ ജനനായകനൊക്കെ HD ഫുൾ പ്രിന്റിൽ കാണാൻ വെച്ചാൽ. അപ്പൊ ഗവൺമെന്റ് ഇപ്പൊ വോട്ട് ചെയ്യണത് TVK.
മറ്റേ കേട്ടാ പച്ച അനക്കെന്താ പറയുന്നത് ലാപ്ടോപ്പ് ഉണ്ടായിട്ട് ഗവൺമെന്റ് ഫ്രീ ലാപ്ടോപ്പ് പറയും ഒന്നും പറയല. എന്താ പറയല്ലേ கவர்மெண்ட் முக ஸ்டாலின் நமக்கு லேப்டாப் எல்லாம் கொடுக்க போறா. உனக்கு கண்ட சொல்றதுக்கு சொல்லு. இன்னும் கிடைக்கவே நமக்கு லேப்டாப். நீ கிடைச்சா விப்பியா? இல்ல மச்சான், எப்படியாவது வேலை செய்ய நமக்கு தெரியும். പടം അങ്ങനെ പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റായി ലാപ്ടോപ്പിന്റെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി. ലാപ്ടോപ്പ് ഓടല്ലേ? സർവീസ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലേ? സർവീസ് മെയിൻ അത് കഴിഞ്ഞിട്ട് വേറെ എന്തോ പോലെ എടുത്തെടുക്കാന് കമ്മോ. അപ്പൊ നമ്മളെ ലാപ്ടോപ്പ് കൊടുക്കാൻ തുടങ്ങിയതുണ്ടോ? ആദ്യം ഗേൾസ് പഠിക്കുന്നുണ്ട്, പിന്നെ ബോയ്സ്. അങ്ങനെയാണ് അപ്പോ നമ്മള് പഠിക്കാൻ പോകും. കിട്ടി. ഓ എന്താ ആ ചെറിയ മുത്തേ വിളി. നമുക്ക് അൺബോക്സ് ഉണ്ടത് ക്ലാസിന്റെ ഫുൾ ഡെവലപ്പ് ക്ലാസ് നോക്കിക്കോട്ടെ. ഫുൾ ഡെവലപ്ഡ് ക്ലാസ്സിൽ പറഞ്ഞ ഹൈടെക് ക്ലാസ്. അങ്ങനെ അവസാനം നമ്മളെ ലാപ്ടോപ്പ് നമ്മളെ കയ്യിൽ നിന്ന് കിട്ടി. ക്ലാസ്സിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടെ ലാപ്ടോപ്പ് അൺബോക്സ് ചെയ്യുക. കുറേ പേര് ഡിസ്പ്ലേ ഉണ്ട്, കുറേ പേര് ഓപ്പൺ ചെയ്യാൻ നോക്കുന്നുണ്ട്. ചടപടയെന്ന് എല്ലാവരും ബോക്സൊക്കെ അൺബോക്സ് ചെയ്തു. ഞാൻ എൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ അനങ്ങും കാണിച്ചു തന്നല്ലോ. അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ റിസോഴ്സിനോട് പറഞ്ഞ് അതൊരു വീഡിയോ എടുത്തു. സംഭവം അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, പക്ഷെ അത് അത്രയും സൗണ്ട് നോയ്സ് ആയതുകൊണ്ട് കേൾക്കണില്ല. അതാ പിന്നെ ഞാൻ കരുതിയിരുന്നു വോയിസ് ഓവർ ചെയ്ത് നിങ്ങളോട് പറയാമെന്ന്. ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ലാപ്ടോപ്പും പിന്നെ അതിൻ്റെ ചാർജറും യൂസർ മാനുവലും വാറൻറ്റി കാർഡും പിന്നെ കുറച്ച് ഗൈഡിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതന്നെ ഉള്ളൂ. പിന്നെ ആ പാക്കിംഗ് ആണ്. ഞാനപ്പോൾ തന്നെ ഒക്കെ അൺബോക്സ് ചെയ്തിട്ട് എൻ്റെ ലാപ്ടോപ്പ് ഒരു ബാഗ് തന്നെ ഞങ്ങൾക്ക്, അപ്പോൾ ആ ബാഗിൽ ഇട്ടിട്ട് പെട്ടിയൊക്കെ അവിടെ തന്നെ വെച്ചിട്ടാണ്. അതിൻ്റെ ലാപ്ടോപ്പ് അപ്പുറത്ത് കാണികളുണ്ട്. കാണികളൊക്കെ എടുത്ത് നമ്മളിവിടെ പൊങ്ങനെ വെക്കുക. ക്ലാസ് റൂം അടിച്ചു. അങ്ങനെ നമ്മുടെ ക്ലാസ് റൂം ഫുള്ള് ഹൈടെക് ആയി. ലാപ്ടോപ്പ് ഇത് ഓണായി. ഹാപ്പിയിൽ പറയാം. നമ്മളെ കോളേജൊക്കെ വന്നിട്ട് നമ്മളത് അച്ചീവ്മെന്റ് ആണ്. നമ്മുടെ ക്ലാസ് ഉണ്ട് ഫുള്ള് മുത്തേതൊക്കെ ഇതൊക്കെ ഫ്രെയിമൊക്കെ പറയാം.